ആൾജിബ്രനെ സംബന്ധിച്ചിടത്തോളം കമ്പാരിറ്റീവ്ലി എല്ലാവർക്കും സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു ഏരിയ ആണ് ലീനിയർ ആൾജിബ്ര. റീസെന്റ് ഇയേഴ്സിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചിലതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, ചിലതൊക്കെ ബേസിക് കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ലീനിയർ ആൾജിബ്രയിൽ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റും. വലിയ എഫേർട്ട് എടുക്കാതെ കുറച്ച് കാര്യമായിട്ട് നമ്മൾ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് ലീനിയർ ആൾജിബ്രയിൽ നിന്ന് എന്ത് തന്നെയാലും 10-20-25 മാർക്ക് ഈ പാട്ടിന് സുഖസുന്ദരമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ലീനിയർ ആൾജിബ്ര കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ലാസ്റ്റ് എക്സാം 2025 നമ്മൾ ഡിസ്കസ് ചെയ്ത 2025 കണ്ടക്ട് ചെയ്ത എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ഉൾപ്പെടുത്തുന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫോർ എ വേരിയബിൾ എക്സ് കൺസിഡർ ആർ വെക്ടർ സ്പേസ് V equal to a0 a1 plus a1x plus a2x square, where a1 a2 a3 belongs to R. Let t from V to B be a linear transformation defined by t of f equal to f plus df by dx, where d is the derivative with respect to x. Which of the following option is correct? അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് ട്രൂ ആയിട്ടുള്ളതെന്നാണ് നമ്മുടെ ചോദ്യം. സോ ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ് ഉണ്ടോ? ഇതെങ്ങനെ ചെയ്യാം? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതിയതിനു ശേഷം, കാരണം ബേസിസ് വെച്ചിട്ട് 1 x സ്ക്വയർ അങ്ങനെ കറസ്പോണ്ട് 3/3 ട്രാൻസ്ഫോർമേഷനും കറസ്പോണ്ടിങ് ആയിട്ട് 1 x സ്ക്വയർ വെച്ചിട്ട് എഫ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അന്നേരം ഫസ്റ്റിലത്തേന് വരുമ്പോഴത്തേക്കിന് അത് 1 plus df by dx ആകുമ്പോഴത്തേക്കിന് കോൺസ്റ്റന്റിന്റെ ടേംസ് എക്സിന്റെ ടേംസ് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൽ നിന്നും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുക്കാം. ഓക്കെ, സോ നമ്മള് ഇവർ പറഞ്ഞ ഐഡിയ എന്ന് പറയുന്നത് നമ്മള് മെട്രിക്സ് ഫോം ചെയ്യുക, അതായത് ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ഫോം ചെയ്യാം. അതിൽ നിന്ന് നമ്മൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻസ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതെങ്കിലും റെഡി ആണോ എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻസ്, അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ നമുക്ക് മാട്രിക്സ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെയുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ടി ഓഫ് എഫ് ഈക്വൽ ടു എഫ് പ്ലസ് df by dx, right? So ഇവിടെ v എന്ന് പറയുന്നത് v equal to span of 1 x square. See, നമ്മളുടെ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് a0 plus a1x plus a2x square ആ ഒരു സ്പേസ് ആണ്. സെക്കൻഡ് ഓർഡർ പോളിനോമിയൽസിന്റെ ഒരു സ്പേസ് ആണ് നമ്മളുടെ വെക്ടർ സ്പേസ്, റൈറ്റ്? അപ്പൊ ഇതാണ് സ്പാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഇതിന്റെ മാട്രിക്സ് ഫോം ചെയ്യാൻ പറ്റുമോ നോക്കാം. എങ്ങനെ നമുക്ക് മാട്രിക്സ് ഫോം ചെയ്യാം? ബേസിസിന്റെ ഫോമിൽ നമുക്ക് മാട്രിക്സ് ഫോം ചെയ്യാം. നമ്മൾ ടി ഓഫ് 1 ഇവാലുവേറ്റ് ചെയ്യുന്നു. ടി ഓഫ് 1 ഈസ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് 1 പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 1 വിച്ച് ഈസ് 1, റൈറ്റ്? ടി ഓഫ് എക്സ് ഈക്വൽ ടു x plus d by dx of x. This is actually x plus 1. d of t of x square. This is actually x square plus 2x. Right? So these are the values we are considering the base transformation of basis. So basis നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂസ്. ഇനി ഇതിനെ നമുക്ക് മാട്രിക്സ് ഫോമിലേക്ക് മാറ്റാൻ പറ്റും. സോ ആ മാട്രിക്സ് ഫോമിലേക്ക് നമ്മൾ മാറ്റുന്നത് എങ്ങനെയാണ്? 1 plus 1 into 1 0 into x plus t equal to, right? So ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 equal to 1 plus 0 into 1 plus 0 into x plus 0 into x square. അപ്പൊ ഈ രീതിയിൽ എഴുതാം. അപ്പൊ ഇതിന് നമ്മൾ കോളം വൈസ് ആയിട്ടാണ് പൊതുവെ ആൾക്കാർ മാട്രിക്സ് ഫോമിലാക്കാറുള്ളത്. ഇപ്പൊ നമുക്ക് കോളം വൈസ് തന്നെ എഴുതുന്നില്ല, റോ വൈസ് എഴുതാൻ പറ്റും. പക്ഷെ റോ വൈസ് എഴുതുന്ന സമയത്ത് നമ്മൾ എല്ലാവർക്കും റോ വൈസ് തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഫോർ ജനറൽ നമ്മൾ കോളം വൈസ് ആണ് ഈ ബേസിസ് നമ്മൾ ബേസിന്റെ കോഎഫിഷ്യൻസ് നമ്മൾ അറേഞ്ച് ചെയ്യാറുള്ളത്.
കമ്പ്യൂട്ടേഷൻ ആണെങ്കിലും നമ്മളിപ്പോ മാട്രിക്സിന്റെ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഈസിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോളം വൈസ് ആയിട്ട് നമ്മൾ എഴുതാറുള്ളത്. സോ 1 0 0 റൈറ്റ്. സെക്കൻഡ് വൺ എക്സ് പ്ലസ് 1 ആണ്. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 into 1 plus 1 into x plus 0 into x square. അപ്പൊ ഈ രീതിയിൽ എഴുതാം. സോ 1 1 0. ഓക്കെ, അടുത്തത് ടി ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x ആണ്. അതിന് നമുക്ക് എഴുതാം 0 into 1 plus 2 into x plus 1 into x square എഴുതാം. സോ ഇതിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരിക 0 to 1 0 to 1 റൈറ്റ്. സോ ഇത് ടി ഓഫ് 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻസ് ആണ്. ഇത് ടി ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യന്റ് ആണ്. ഇത് ടി ഓഫ് എക്സ് സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻസ് ആണ്. റൈറ്റ്. ഇനി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക. ഓക്കെ, നമുക്കിനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. സോ എന്തുകൊണ്ടാണ് ഈ ട്രാൻസ്ഫോർമേഷൻ, നമ്മളിപ്പോ ഒരു ട്രാൻസ്ഫോർമേഷൻ എടുത്താൽ അതിനെ മെട്രിക്സ് ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യുന്നതിന്റെ ആവശ്യകത നോക്കാം. നമുക്കിപ്പോ ഒരു ജനറൽ ആയിട്ട് ഒരു പോളിനോമിയൽ തന്നു വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ 3x സ്ക്വയർ പ്ലസ് 2x ഇങ്ങനെ, അല്ലെങ്കിൽ 3x പ്ലസ് 2x സ്ക്വയർ, ഇങ്ങനെ ഒരു പോളിനോമിയൽ തന്നു വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു പോളിനോമിയൽ തന്നാൽ ഇതിന്റെ ടി ഓഫ് എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ബേസിസ് ഫംഗ്ഷനും നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നില്ല, ഇതിന്റെ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നില്ല. പകരം ഈ മാട്രിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഈ മാട്രിക്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതാം. 0 into ഇവിടെ കോൺസ്റ്റന്റ് ടേം 0 ആണ്. അപ്പോ 0 into ഈ ഫസ്റ്റ് ടി ഓഫ് 1ന്റെ ഫസ്റ്റ് റോ, സോ ഫസ്റ്റ് കോളം, സോ 1 0 0 പ്ലസ് അടുത്തത് 3 into എക്സിന്റെ ടി ഓഫ് എക്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് 1 1 0 പ്ലസ് 2 into എക്സ് സ്ക്വയറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം 0 2 1. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഓപ്പറേഷൻസ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഈ ടി ഓഫ് 3x plus 2x സ്ക്വയറിന്റെ വാല്യൂ കിട്ടും. അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ടി ഓഫ് ഈ പോളിനോമിയലിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഈ ട്രാൻസ്ഫോർമേഷൻ എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. അപ്പോ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കൊരു പോളിനോമിയൽ കിട്ടും. റൈറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ഓരോ വാല്യൂസും ഇവിടെ ടി ഓഫ് എഫ് അപ്ലൈ ചെയ്ത് നോക്കാം. ഈ വാല്യൂസ് ഒന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം, രണ്ടും സെയിം ആണോ നോക്കാം. അങ്ങനെയാണ് നമ്മൾ, അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷന്റെ മാട്രിക്സിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, നൗ ഇതിന്റെ നമുക്കിനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ നമ്മൾ കണ്ടുപിടിക്കണം. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മാട്രിക്സ് 3x3 മാട്രിക്സ് ആണ്, അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ആണ്, ഡയഗണൽ എൻട്രീസ് ഒക്കെ 1 1 1 ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് പറയാൻ പറ്റും? അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കാൻ പറ്റും. സോ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഈസ് t cube minus x minus 1 whole cube. റൈറ്റ്. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഉണ്ടാവുക. റൈറ്റ്. ഇനി നമ്മളുടെ കണ്ടീഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് കെയ്ലി ഹാമിൽട്ടൺ തിയർ ആണ്. കെയ്ലി ഹാമിൽട്ടൺ തിയർ അപ്ലൈ ചെയ്ത പാട് നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും? t minus 1 whole cube equal to 0. അപ്പൊ എന്താണ് കെയ്ലി ഹാമിൽട്ടൺ തിയറം പറയുന്നത്? എവരി സ്ക്വയർ മാട്രിക്സ് സാറ്റിസ്ഫൈ ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോ എല്ലാ സ്ക്വയർ മാട്രിക്സും അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ t minus 1 whole cube, അതിന്റെ വാല്യൂ എന്താണ്? t minus 1 whole cube equal to t cube minus 3t square plus t minus 1 equal to 0. ഓക്കെ, സോ ഇവിടെ ഓപ്പറേറ്റർ ആയതുകൊണ്ടാണ് i ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഓപ്ഷൻസിൽ പോവാം. അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നാൽ നമ്മൾ ആദ്യം ഒന്ന് ചെയ്യേണ്ടത് അതിനെ മാട്രിക്സ് രൂപത്തിലേക്ക് ആക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ നമുക്ക് ഇവിടുത്തെ ഓപ്ഷൻസ് കണ്ടാൽ നമുക്ക് മാനുവലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇതൊക്കെ ഉള്ളത്. ടി ക്യൂബ് മൈനസ് 3t സ്ക്വയർ പ്ലസ് 3t, അത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. റൈസ് ടു 2025, അത് നമുക്ക്
ഇത്ര സമയം കൊണ്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ മാട്രിക്സ് ഫോം കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നമുക്ക് ഇതിൽ എന്തെങ്കിലും നമുക്കൊരു ഈസി മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പൊ അതാണ് നമ്മളിവിടെ ചെയ്യുന്നുള്ളത്. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇത്ര വരെ നമ്മൾ ചെയ്ത ഈ പാർട്ട് ഈ എല്ലാ ഓപ്ഷനിലും ഉണ്ട്. ടി ക്യൂ മൈനസ് 3t സ്ക്വയർ പ്ലസ് 3t എന്നുള്ളത് ABCD ഓപ്ഷനിലുണ്ട്, റൈറ്റ്? സോ അതെന്താണ്? ടി ക്യൂ മൈനസ് 3t സ്ക്വയർ പ്ലസ് 3t ഈക്വൽ ടു I, റൈറ്റ്? സോ ഇത്രയും ഓപ്പറേറ്റർ നമുക്ക് I ആയിട്ട് എഴുതാൻ പറ്റും. സോ വിച്ച് ഇംപ്ലൈസ് t cube minus 3t square plus 3t all raised to 25 equal to I raised to 25, that's equal to I, right? So t cube minus 3t square plus 3t raised to 25 of x equal to I of x equal to x, right? സോ ഇതാണ് നമുക്കുള്ള കൺക്ലൂഷൻ. ഇനി ഇത് ഓപ്ഷൻ ആയിട്ടുണ്ടോ നോക്കാം. റൈറ്റ്, അതുണ്ടല്ലേ, ഓപ്ഷൻ എ. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുക. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്ത ഒരു കാര്യം ഇങ്ങനെയാണ്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്. ആ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിന്റെ മാട്രിക്സ് ഫോം അതിന്റെ മാട്രിക്സ് ഫോം കണ്ടുപിടിക്കുന്നു. അതിന്റെ മാട്രിക്സ് ഫോമിൽ നമ്മൾ കെയ്ലി ഹാമിൽട്ടൺ തിയറം അപ്ലൈ ചെയ്യുന്നു. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ കണ്ടുപിടിച്ച് കെയ്ലി ഹാമിൽട്ടോണിയൻ തിയറം അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഓപ്ഷൻസ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ ഈ രീതിയിലാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് u denote the span of e raised to t, e raised to 2t, e raised to 3t in the real vector space of continuous function from R to R. കൺസിഡർ R വെക്ടർ സ്പേസ്. ഈ R വെക്ടർ സ്പേസ് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഫീൽഡ് എന്ന് പറയുന്നത് R ആണ്. ഓക്കെ, ചില സ്ഥലത്ത് Q വെക്ടർ സ്പേസ് എന്നും അല്ലെങ്കിൽ C വെക്ടർ സ്പേസ് എന്നൊക്കെ കാണും. അതിനർത്ഥം എന്ന് പറയുന്നത് അവിടുത്തെ ഫീൽഡ് കറസ്പോണ്ടിങ് Q R ഒക്കെ ആണെന്നാണ്. ഓക്കെ, അപ്പം V തന്നിട്ടുണ്ട്. V ഈക്വൽ ടു സെറ്റ് ഓഫ് ഫംഗ്ഷൻ ഫ്രം U to R such that F is a R transformation, R linear transformation. linear transformation ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഫീൽഡ് R എന്നാണ്. W equal to set of all F in B such that F of e raised to t equal to 0. Which of the following statement is true? Okay, so ഈ ക്വസ്റ്റ്യൻ ഏറെക്കുറെ ഡയറക്റ്റ് ആണ്. നമുക്ക് വലിയ എഫേർട്ട് ഒന്നും ഇല്ലാതെ തന്നെ ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ ആദ്യം അറിയേണ്ടത് എന്താണ് ഈ വെക്ടർ സ്പേസ്, എന്താണ് സ്പാൻ, എന്താണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, പിന്നെ ഒരു സബ് സ്പേസ് തന്നിട്ടുണ്ട്, അതിന്റെ ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ യു എന്താണെന്ന് നോക്കാം. യു ഈക്വൽ ടു സ്പാൻ ഓഫ് e raised to t, e raised to 2t, e raised to 3t. Okay, so u എന്നുള്ളത് ഈ ഫങ്ഷൻസ് e raised to t, e raised to 2t, e raised to 3t യുടെ സ്പാൻ ആണ്. സ്പാൻ മീൻസ് അതിന്റെ എല്ലാ പോസിബിൾ ലീനിയർ കോമ്പിനേഷൻസും എടുക്കാം. ഇവിടെ R ആയതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട കോയിഫിഷ്യൻസ് ഒക്കെ ഇവിടുത്തെ എലമെന്റ്സ് ആയിരിക്കണം, റിയൽ കോയിഫിഷ്യൻസ് ആയിരിക്കണം എടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷൻ, ഫൈനൽ ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ നമുക്ക് കിട്ടുന്നതാണ് u, റൈറ്റ്? ഇനി യുവിന്റെ നമുക്ക് ഡയമെൻഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡയമെൻഷൻ ഓഫ് യു കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സ്പാൻ മാത്രം പോരാ, ഈ തന്നിരിക്കുന്ന വെക്ടേഴ്സ് അല്ലെങ്കിൽ എലമെന്റ്സ് ഒക്കെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് നോക്കണം. അപ്പോ e raised to t, e raised to 2t, e raised to 3t ഇതൊക്കെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ? ഇൻഡിപെൻഡന്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു റിയൽ നമ്പർ കൊണ്ടും ഇതിനെ സ്പാൻ ചെയ്താൽ, ഫോർ എക്സാമ്പിൾ ആൽഫ e raised to t പ്ലസ് ബീറ്റ e raised to 2t പ്ലസ് ഗാമ e raised to 3t equal to 0 ഇങ്ങനെ ഇക്വേറ്റ് ചെയ്താൽ പോലും നമുക്ക് ആൽഫയും ബീറ്റയും ഗാമയും 0 ആയിട്ട് കിട്ടും. കാരണം e raised to t, e raised to 2t, e raised to 3t റിയൽ ലൈനിൽ നമുക്ക് 0 കിട്ടൂല. അപ്പൊ ഏതൊരു റിയൽ വാല്യൂ കൊടുത്താലും e raised to 2tയും 3tയും tയും 0 ആവില്ല. പക്ഷെ ഇത് ഈക്വൽ ടു 0 ആണെങ്കിൽ ആൽഫ ബീറ്റ ഗാമ 0 ആയേ പറ്റും. അപ്പൊ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്.
യുന് ഈ വെക്ടേഴ്സ് സ്പാൻ ചെയ്യുന്നുണ്ട്. സോ ഡയമെൻഷൻ ഓഫ് യു ഈക്വൽ ടു 3. അപ്പൊ ഡയമെൻഷൻ ഓഫ് യു ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഇനി വി നോക്കാം. വി ഈസ് എ സെറ്റ് ഓഫ് ഓൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം യു ടു ആർ. അപ്പോ യുന്ന് ആറിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ, ശ്രദ്ധിക്കുക, ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയാം, വി എന്ന് പറയാം. സോ വി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ലീനിയർ ഫംഗ്ഷൻസ് എന്ന് പറയാം. കാരണം ഫീൽഡിലേക്കാണ് നമ്മളുടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് നമ്മൾ അതിനെ എന്ത് പറയും, ഫംഗ്ഷണൽ എന്ന് പറയും. സോ നമുക്ക് വി നമുക്കിങ്ങനെ എൽ ഓഫ് യു കോമ ആർന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നമുക്ക് ട്രാൻസ്ഫോർമേഷന്റെ സെറ്റ് ഓഫ് ഓൾ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ സ്പേസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ രീതിയിലാണ്. അപ്പൊ ഇവിടെ നമുക്കൊരു ഫോർമുല അപ്ലൈ ചെയ്യാം. ഡയമെൻഷൻ ഓഫ് വി, ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു, ഫോർമുല ഇതാണ്, ഡയമെൻഷൻ ഓഫ് യു ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ആർ. റൈറ്റ്? സോ ഡയമെൻഷൻ ഓഫ് യു ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ആർ ആണ് ഡയമെൻഷൻ ഓഫ് എൽ ഓഫ് യു ആറിന്റെ ഫോർമുല. റൈറ്റ്? സോ ഡയമെൻഷൻ ഓഫ് യു അറിയാം 3 ആണ്. ഡയമെൻഷൻ ഓഫ് ആർ, ആർ ഓവർ ആർ ആണ്. സോ ഇറ്റ്സ് 1. സോ ഈക്വൽ ടു 3. അപ്പൊ ഡയമെൻഷൻ ഓഫ് വി 3 ആണ്. ഡയമെൻഷൻ ഓഫ് വി 3 ആണ്. സോ രണ്ട് ഓപ്ഷൻസിൽ ഡയമെൻഷൻ ഓഫ് വി 3 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. റൈറ്റ്? അപ്പൊ നമുക്ക് എയും ഡിയും റിമൂവ് ചെയ്യാം, ബി സി മാത്രമേ നമ്മൾ കഴിയുള്ളൂ. ഇനി നമുക്ക് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു നോക്കാം. ഡബ്ല്യു എന്നുള്ള സെറ്റ് നോക്കാം. ഡബ്ല്യു ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എഫ് ബിലോങ്സ് ടു വി such that f of e raised to 3t equal to 0. അതായത് സെറ്റ് ഓഫ് ഓൾ ഫങ്ഷണൽസ് ആണ്, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? എഫ് ഓഫ് ഇ റേസ് ടു 3t എങ്ങോട്ട് പോകുന്നു, 0ലേക്ക് പോകും. ഓക്കെ, അപ്പോ ഇതിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? സോ സോറി സാർ, സീറോ ഫംഗ്ഷനിലല്ലേ അത് വരുന്നത്? സീറോ ഫംഗ്ഷനിലല്ലേ? അതെ, സീറോ ഫംഗ്ഷനിലാണ്. അതെ അതെ. സോ ഇതിന്റെ കേർണൽ, ഫംഗ്ഷൻ ഓഫ് കേർണലിൽ നമുക്ക് എന്താ, ഇ റേസ് ടു 3t മാത്രമേ ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പോൾ ഡയമെൻഷൻ ഓഫ് വി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി മൈനസ് 1. ബിക്കോസ് ഇവിടെ ഈ ഒരു വെക്ടർ കൊണ്ട് മാത്രമേ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, കേർണലിനെ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമേ 0ലേക്ക് മാപ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 0ലേക്ക് മാപ്പ് ചെയ്യുന്നതുകൊണ്ട് അതിന് ഡയമെൻഷനിലൊന്നും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റൂല. ബാക്കിയുള്ള ഡയമെൻഷൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് വി മൈനസ് 1. സോ ഇറ്റ്സ് ഈസ് 3 മൈനസ് 1. സോ ഇവിടെ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, സോ ഇവിടെ ഡയമെൻഷൻ ഓഫ് വി 3യും ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു 2 ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് വൺ. ഓക്കെ, ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോരോ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴും നന്നായി ശ്രദ്ധിച്ച് തന്നെ സോൾവ് ചെയ്യാൻ നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് കൺസിഡർ ദ ബൈലീനിയർ ഫോം b from r cross r to r defined by b of x comma y equal to x1 y3 plus x2 y4 minus x3 y1 minus x4 y2, where x equal to this, y equal to this in R4, and A denote the matrix of B with respect to standard order basis of R4. Which of the following statement is true? അപ്പോൾ ഒരു ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മാട്രിക്സ് എ സ്റ്റാൻഡേർഡ് ഓർഡർ ബേസ് വെച്ചിട്ട് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ മാട്രിക്സ് ഫോമിൽ എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ആ എ എന്നുള്ള മാട്രിക്സിന്റെ പ്രത്യേകതയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഡിറ്റർമിനന്റ് ഓഫ് എ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോ ആദ്യം എന്താണ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ നോക്കാം. ഇപ്പോ ശ്രദ്ധിക്കുക, ഈയിടെയായിട്ട് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ ക്വസ്റ്റ്യൻസ് നന്നായി ചോദിക്കുന്നുണ്ട് എക്സാമിന്. അപ്പോൾ നിങ്ങൾ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് കൂടി ഒന്ന് നോക്കണം. സോ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ബൈലീനിയർ പറയുന്നത് എന്ന് വെച്ചെങ്കിൽ ബി ഫ്രം ബി ക്രോസ് ഡബ്ല്യു ടു ഫീൽഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാപ്പിനെ നമ്മൾ ബൈലീനിയർ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ബിയും ഡബ്ല്യൂയും വെക്ടർ സ്പേസ് ആയിരിക്കണം. കൂടാതെ ബി എന്നുള്ളത് വിയിലും ഡബ്ല്യൂയിലും ലീനിയർ ആയിരിക്കണം. അപ്പോൾ ബൈലീനിയർ എന്നുള്ള പേരിൽ തന്നെ നമുക്കറിയാം വിയിലും ഡബ്ല്യൂയിലും ലീനിയർ ആണെന്ന് നമ്മൾ എന്ത് പറയും, ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ഓക്കെ, നമുക്കത് ഈ രീതിയിലാണ് എഴുതാം. സപ്പോസ് വി ഇസ് എ വെക്ടർ ordered tuple in v and w is the ordered tuple in w. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ v of v,
ഡബ്ല്യു എന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വി ട്രാൻസ്പോസ് എ ഡബ്ല്യു എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇതാണ് ഇതിന്റെ ഫോം. അപ്പൊ ഏതൊരു ബലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഇതിനെ ഈ രൂപത്തിൽ എഴുതാൻ പറ്റും. ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ബേസിസ്, സ്റ്റാൻഡേർഡ് ബേസിസ് ഉപയോഗിച്ചിട്ട് ഈ രൂപത്തിൽ എഴുതാൻ അവിടെ എയുടെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് ബേസിസിന്റെ രൂപത്തിൽ നമ്മൾ ഇതിനെ എഴുതുകയാണെങ്കിൽ നമ്മുടെ ബി ഓഫ് എക്സ് വൈ നോക്കാം, ഈക്വൽ ടു x1 y3 plus x2 y4 minus x3 y1 minus x4 y2, റൈറ്റ്? സോ ഇതിനെ നമുക്ക് മാട്രിക്സ് ഫോമിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ബൈലിനിയർ ഫോം തന്നാൽ മാട്രിക്സ് ഫോമിലേക്ക് മാറ്റാം, ഒരുപാട് ചിന്തിക്കൊന്നും വേണ്ട. ജസ്റ്റ് നമുക്ക് നമുക്ക് ഇതിനെ എങ്ങനെ മാട്രിക്സ് ഫോമിലേക്ക് മാറ്റാൻ നോക്കാം. സോ ഇവിടെ x1 കൊടുക്കാം, x2 x3 x4. ആക്ച്വലി ഇവിടെ നമ്മൾ റോ വെക്ടർ ആയിട്ടാണ് എഴുതേണ്ടത്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇനി ഇവിടെ y1 y2 y3 y4 കൊടുക്കാം. നോക്കാം, ഈ y1 y2 y3 എന്നുള്ളത് ഇവിടെ കോളം വെക്ടർ ആയിട്ടാണ് വരേണ്ടത്. ഓക്കെ, ഇവിടെ x1 x2 x3 x4 എന്നുള്ളത് റോ വെക്ടറും ഇവിടെ കോളം വെക്ടർ ആയിട്ടാണ് വരുന്നത്. പക്ഷെ നമുക്ക് കുറച്ചും കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ എഴുതുന്നു. ഇനി x1 y1 എന്നുള്ള ടേം ഉണ്ടോ നോക്കാം. x1 y1 എന്നുള്ള ടേം ഇവിടെ ഇല്ല, ഈ ട്രാൻസ്ഫോർമേഷൻ ഇല്ല. സോ x1 y2 ഇല്ല, x1 y3 ഉണ്ട്, അതിന്റെ കോഎഫിഷ്യന്റ് 1. സോ 0 0, x1 y4 ഇല്ല, 0. സോ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. x2 y1 ഇല്ല, x2 y2 ഇല്ല, x2 y3 ഇല്ല, x2 y4 1, right? So x3 y1 minus 1, 0 0 0, x4 y2 is there, so minus 1 0 0. So ഇതാണ് നമുക്കുള്ള മാട്രിക്സ്, റൈറ്റ്? സോ ഓക്കെ, ഈ മാട്രിക്സ് ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ഇതിന്റെ എൻട്രീസ് ഒക്കെ 0ഉം 1ഉം -1 ഒക്കെ ഉള്ളൂ. ഇനിയിപ്പോ ഇതിൽ നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കാം. മനസ്സിലായില്ല, ക്ലിയർ അല്ല? ഓക്കെ, സോ ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് ഓഫ് എ നമുക്ക് എന്ത് കിട്ടും നോക്കാം. സോ ഈ ഒരു പോയിന്റ് വെച്ച് നമുക്ക് കണ്ടുപിടിച്ചാൽ 1, right? സോ ഡിറ്റർമിനന്റ് നമുക്ക് 1 ആണ് കിട്ടുക. നോക്കുക, ഡിറ്റർമിനന്റ് ഓഫ് 1, ഇവിടെ ഡിറ്റർമിനന്റ് ഓഫ് equal to 0 ആണ്, ഡിറ്റർമിനന്റ് ഓഫ് equal to -1 ആണ്. സോ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസും റോങ് ആണെന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് b of xx not equal to 0 for any non-zero x belongs to R. നോക്കുക, b of xx എന്താ വരിക? x² ഈക്വൽ ടു, ഇത് നമുക്ക് എന്ത് വേണം? ഇപ്പൊ വൈക്ക് പകരം നമ്മൾ എക്സ് തന്നെ കൊടുക്കണം. അതായത് y1 y2 y3 y4 എന്ന് പകരം x1 x2 x3 x4 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x1 x3 റൈറ്റ് പ്ലസ് x2 x4 പ്ലസ് മൈനസ് x3 x1 മൈനസ് x4 x2. ഓക്കെ, ഇങ്ങനെ കിട്ടാം. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടാം, റൈറ്റ്? അപ്പോ b of x, x എന്നുള്ളത് ഈ രീതിയിലായിട്ട് നമുക്ക് കിട്ടാം. ഇനി നോക്കാം, ഇതിന്റെ വാല്യൂ നോക്കുക. x1 x3 ക്യാൻസൽ ആവുന്നത്, x2 x4 x2 I think 6 4, right? x4, right? So ഇതും ക്യാൻസൽ ആവുന്നുണ്ട്. അപ്പോ ഇവിടെ എല്ലാ ടേമും ക്യാൻസൽ ആവുന്നത് ഈക്വൽ ടു 0. അതായത് നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? b of x, x equal to 0 for all x belongs to R4. ഇതാണ് നമുക്കുള്ള ആൻസർ. നോക്കാം, ഇത് തന്നെയാണ് ഓപ്ഷൻ. നോക്കാം, സോ ഇവിടുത്തെ സി ഓപ്ഷൻ എന്ന് പറയുന്നത് b of x, x not equal to 0 for all x belongs to R4. സോ ഇതും തെറ്റാണ്, കാരണം നമുക്ക് b of x, x equal to 0 ആണ് for all x belongs to R ആയിട്ട് കിട്ടിയിട്ടുള്ളത്.
അടുത്ത ഓപ്ഷൻ ഒബ്വിയസ്ലി ട്രൂ ആയിരിക്കണം. ഇഫ് എക്സ് ബിലോങ്സ് ടു R4 is a zero, then is a non-zero, then there exists to y belongs to R4 such that b of x comma y equal to 0. So if x belongs to R is a non-zero, അപ്പോ x equal to non-zero ആണ്. x equal to non-zero എന്ന് വെച്ചാൽ നമുക്ക് x1, x2, x3, x4 ഇതാണ് നമ്മുടെ x. ഇത് ഈക്വൽ ടു നോൺ സീറോ എന്ന് പറയുമ്പോൾ എന്ത് വേണം? അറ്റ്ലീസ്റ്റ് ഇതിൽ ഒന്നിക്കൽ x1 നോൺ സീറോ ആയിരിക്കണം, x2 നോൺ സീറോ ആയിരിക്കണം, x3 നോൺ സീറോ ആയിരിക്കണം, x4 നോൺ സീറോ ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്ന് നോൺ സീറോ ആയിരിക്കണം. എല്ലാം സീറോ ആണെങ്കിൽ വെക്ടർ സീറോ, ഏതെങ്കിലും ഒരു എലമെന്റ് നമുക്ക് ഇവിടെ നോൺ സീറോ കിട്ടണം. അപ്പൊ സീറോ വരത്തില്ലേ സാർ? ഇപ്പൊ 1 0 0 ബാക്കി എടുത്തു കഴിഞ്ഞാലും പ്രോഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സീറോ വരത്തില്ലേ? ബൈലീനിയർ വെയിറ്റ് ഇപ്പോ അവര് പറഞ്ഞ എങ്ങനെയാണ് x equal to 1 0 0 0 എടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇഫ് x belongs to R4 is a non-zero, അപ്പോൾ അങ്ങനെയുള്ള ഒരു നോൺ സീറോ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? There exists a y belongs to R4 such that b of x comma y equal to non-zero. അപ്പോൾ b of x comma y non-zero ആവുന്ന രീതിയിലുള്ള ഒരു y കണ്ടുപിടിക്കണം. അപ്പോൾ x ഒരു non-zero x ഞാൻ ഫിക്സ് ചെയ്തു. അപ്പൊ ഞാൻ y എന്ത് എടുത്താൽ മതി? y equal to സെയിം y എടുത്ത് നോക്കാം. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y എന്ന് പറയുന്നത് ഇത് തന്നെ എടുത്ത് നോക്കാം. സോ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? അല്ലെങ്കിൽ x1 0 ആണ്. സോ സോറി ഇവിടെ ഒരു കറക്റ്റ് ചേഞ്ച് എത്താം. ഓക്കെ, സോ y ഈക്വൽ ടു 0 0 1 0. അങ്ങനെയാണെങ്കിൽ b ഓഫ് x കോമ y എന്ത് വരും? ഈ ടേംസ് ഒക്കെ സീറോ ആയിപ്പോ, ഈ ടേംസ് സീറോ ആയിപ്പോ, ഈ ടേംസ് സീറോ ആയിപ്പോ, ഈ ടേം സീറോ ആയിപ്പോ. x1 y3 എന്ന് പറയുന്നത് എന്ത് വരും? 1 into 1 വരും, equal to 1. അപ്പോ b ഓഫ് x കോമ y നോൺ സീറോ ആയിട്ടുള്ള ഒരു y നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ട്രൂ ആണെന്ന് പറയാൻ പറ്റും. ഈ എ ബി സി നമുക്ക് തെറ്റാണെന്ന് ഷുവർ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാലാമത്തെ ഓപ്ഷൻസിന് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ടിക്കറ്റ് പോവാം. അപ്പൊ നമുക്ക് അങ്ങനെ സമയം ലാഭിക്കാം. പക്ഷെ എയും ബിയും സിയും തെറ്റാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ഉറപ്പുണ്ടാണ്, എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് ബി ഈക്വൽ ടു എ ബി സി ബിലോങ്സ് ടു R3 be a non-zero vector that lies in orthogonal complement with respect to the standard inner product of the row space of the matrix A equal to 2 2 7 3 1 4. If A, B, C are all integers, then what is the smallest positive value of modulus of A plus B plus C? Okay, ഇതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പോലെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട്. ആ മാട്രിക്സിന്റെ റോ സ്പേസ്, അതിന്റെ റോ സ്പേസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ്, അതാണ് നമ്മുടെ റോ സ്പേസ്. ആ റോ സ്പേസിന് ഓർത്തോഗണൽ ആയിട്ടുള്ള ഒരു വെക്ടറാണ് വെക്ടർ എ ബി സി, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സിയുടെ സ്മോളസ്റ്റ് പോസിബിൾ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ചോദ്യം നോക്കാം. ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട്, അതിന്റെ റോ സ്പേസ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കാം. അതിനുശേഷം അതിന്റെ ഓർത്തോഗണൽ ആയിട്ടുള്ള ഒരു വെക്ടറാണ് എ ബി സി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന് പോസിബിൾ ആയിട്ടുള്ള സ്മോളസ്റ്റ് വാല്യൂ സച്ച് ദാറ്റ് എ മോഡുലസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി. ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ റോ സ്പേസ് കണ്ടുപിടിക്കാം. അപ്പൊ റോ സ്പേസ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ രണ്ട് റോസിന്റെയും ലീനിയർ കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ റോ സ്പേസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഒരു റോ, ആൽഫ ഇൻറ്റു ഫസ്റ്റ് റോ പ്ലസ് ബീറ്റ ഇൻറ്റു സെക്കൻഡ് റോ. ഇത് ജനറേറ്റ് ചെയ്യുന്ന സ്പേസ് ആണ് നമ്മുടെ റോ സ്പേസ്. ഓക്കെ, ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, രണ്ട് റോസും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. സോ ഇത് ജനറേറ്റ് ചെയ്യുന്ന സ്പേസ് ആണ് നമ്മുടെ റോ സ്പേസ്. അപ്പോ ഇതും ഈ റോ സ്പേസിന് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ആയിട്ടാണ് ആരുള്ളത്? എ ബി സി ഉള്ളത്. എ ബി സി എന്നുള്ള വെക്ടർ ഇതിന് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ആണ്. അപ്പോൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ആയതുകൊണ്ട് നമുക്ക് ഇൻഡിവിജ്വൽ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് പറയാൻ പറ്റും. അതായത് 2 2 7 എ ബി സി. ഇതെന്താ വരിക? പ്രൊഡക്റ്റ് 2 7 വെക്ടർ 2 2 7 കോമ എ ബി സി എന്താ വരിക? നമുക്ക് 0 ആണ് വരിക. അതേപോലെ 3 1 4 പ്രൊഡക്റ്റ് 3 1 4 കോമ എ ബി സി, ഇതെന്താ വരിക? ഇതും 0 ആണ് വരിക.
Okay, so inner product in the definition prakaram inner product of 2 3 7 comma abc എന്ന് പറയുന്നത് 2a plus 2b plus 7c equal to 0. Clear? അടുത്തത് 3a plus b plus 4c equal to 0. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻസിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇത് രണ്ടും ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നമ്മൾ നെറ്റ് എക്സാമിനോ അല്ലെങ്കിൽ ഇങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് ഇങ്ങനെ സിസ്റ്റം സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. അവർ ട്രിക്കി ആയിട്ടായിരിക്കും നമ്മൾ ചോദിക്കുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറ് എനെ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ സീനെ റിമൂവ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ ഏത് വേരിയബിളിനെയാണ് അല്ലെങ്കിൽ ഏത് അൺനോണെയാണ് റിമൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ കണ്ടുപിടിക്കാം. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ എനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സോൾവ് ചെയ്യേണ്ടി വരും. പകരം നമുക്ക് ബീനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, നമുക്ക് ബീനെ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. സോ ബീനെ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ ഇക്വേഷനാ രണ്ടു കൊണ്ട് ഗുണിക്കുന്നു, എന്നിട്ട് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്യാം. സോ വാട്ട് വിൽ ഗെറ്റ് 2a plus 2b plus 7c equal to 0. 2b plus 7c equal to 0. 6a plus 8c plus 2b plus 8c equal to 0. So minus ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, -4a plus c equal to 0. Right, which implies c equal to 4a minus 4a. Right, c equal to -4a. ഇനി നിങ്ങൾ a വെച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി ഒരു ഫ്രാക്ഷണൽ ഫോമിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്ന ബീനെ നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് c equal to -4ലേക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം, ബി കണ്ടുപിടിക്കാം. റൈറ്റ്, ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷനിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ബി കണ്ടുപിടിക്കാം. സോ 3a plus b minus b plus 4c 4 into 4a, right, equal to 3a plus b minus 16a equal to 0, which implies b equal to 13a. So എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. സോ നമ്മുടെ ഇവിടെ അൺനോൺസ് 3 അൺനോൺസ് ഉണ്ട്, 2 ഇക്വേഷൻ മാത്രമല്ല. അപ്പൊ ഒന്ന് ഫ്രീ വേരിയബിൾ ആണ്. അപ്പൊ ഫ്രീ വേരിയബിൾ എ ആണ്. ബി എന്ന് പറയുന്നത് 13a ആണ്. സി എന്ന് പറയുന്നത് -4a ആണ്. റൈറ്റ്, സോ ഇതൊക്കെയാണ് നമ്മുടെ വാല്യൂസ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും, മോഡുലസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി എ പ്ലസ് 3a 13a minus 4a, modulus of this. Okay, this equal to mod 10a, right? Okay, 10a, mod 10a equal to 10 into mod a. 10 into modulus. So നമുക്ക് എന്താ വേണ്ടത്, സ്മോളസ്റ്റ് so abc all are integers, so smallest integer. So then it might be 10. Okay, ek ആണെങ്കിൽ 1 മിനിമം വാല്യൂ 1 ആണ്, അല്ലെങ്കിൽ അതിനേക്കാളും വലിയ വാല്യൂസ് കൊടുക്കേണ്ടത്. സപ്പോസ് a equal to 3 അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പോൾ സ്മോളസ്റ്റ് കിട്ടാൻ എക്ക് നമ്മൾ 1 കൊടുക്കും. ശ്രദ്ധിക്കാം, അതുകൊണ്ടാണ് ഇവിടെ ഇന്റിജർ എന്നുള്ളത് തന്നിട്ടുള്ളത്. സോ ഇവിടെ അപ്പൊ ആൻസർ വരിക നമുക്ക് 10 ആണ് വരിക. സോ 10. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് മാട്രിക്സ് ആയിട്ടുണ്ട് a equal to 0a 0 0 0 b 0 c 0 0, where abc are real numbers with abc a into b into c equal to 1. If b equal to a plus a square plus a cube, then which of the following statement is true? ഇപ്പോൾ ഒരു 3x3 മാട്രിക്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ കുറച്ച് കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എ ബി സി ഈക്വൽ ടു 1 ആണ്. പിന്നെ നമ്മൾ ബി എന്നുള്ളൊരു മെട്രിക്സ് കണ്ടുപിടിക്കണം. അതെന്ന് പറയുന്നത് എ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഏത് ഓപ്ഷൻ ആണ് ട്രൂ ആയിട്ട് വരിക എന്നുള്ളതാണ് ചോദ്യം.
ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള മെട്രിക്സ് തന്നാൽ, അതായത് ഒരു 3x3 മാട്രിക്സ് തരികയാണെങ്കിൽ പൊതുവെ നമ്മൾ എന്താ ചെയ്യാറ്, നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കും. ഓക്കെ. അപ്പോ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ. അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ആൻസർ തെറ്റായിരിക്കും നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത്. നമ്മൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസ് നമ്മൾ വേറെ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം നോക്കാം. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് എന്നുള്ളത് ഒരു 3x3 മാട്രിക്സ് ആണ്. അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും നമുക്ക് ഇതിനൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വിറ്റാസ് ഫോർമുല അപ്ലൈ ചെയ്യാം. വിറ്റാസ് ഫോർമുല എന്താ പറയുന്നത്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഈ ഫോർമുല ആയിരിക്കും ഉണ്ടാവുക. അതായത് x³ മൈനസ് ട്രേസ് ഓഫ് a പ്ലസ് x സ്ക്വയർ പ്ലസ് അത് പ്രിൻസിപ്പൽ മൈനസ് ഓഫ് a, say s principal minus of a into minus x plus minus determinant of a. അപ്പൊ ഇതാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഉണ്ടാവും. ഇതാണ് വിറ്റാസ് ഫോർമുലാസ് പറയുന്നത്. അപ്പൊ ഈ പ്രിൻസിപ്പൽ മൈനസ് നമ്മൾ കണ്ടുപിടിക്കണം. സോ ആദ്യം x³ മൈനസ് ട്രേസ് നോക്കാം. ട്രേസ് ഓഫ് a എന്താണ്? ട്രേസ് എന്ന് പറയുന്നത് ഇതിന്റെ ഡയഗണൽ എൻട്രീസിന്റെ സം ആണ്. സോ ഇറ്റ് ഈസ് 0. ട്രേസ് ഓഫ് a is 0 into x സ്ക്വയർ പ്ലസ് പ്രിൻസിപ്പൽ മൈനസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പോയിന്റ് റിമൂവ് ചെയ്തിട്ട് ആ കോളും ആ റോയും റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് ആണ്. ഇറ്റ്സ് 0 പ്ലസ് ഈ പോയിന്റ് റിമൂവ് ചെയ്യാം, അതിന്റെ റോയും കോളും റിമൂവ് ചെയ്ത് നമുക്ക് കിട്ടുന്നതിന്റെ ഡിറ്റർമിനന്റ് അഗെയിൻ അതും 0 ആണ്. പ്ലസ് ഇത് റിമൂവ് ചെയ്യാം, എന്നിട്ട് ഈ കോളും റോയും റിമൂവ് ചെയ്തു, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ആണ്. സോ 0 into x മൈനസ് ഡിറ്റർമിനന്റ് നമുക്ക് എന്താ കിട്ടാം? ഡിറ്റർമിനന്റ് ABC, right? Yes sir. ABC. So minus ABC. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. ഓക്കെ. സോ x³ ഈ വാല്യൂക്ക് 0 ആയി പോയി, മൈനസ് ABC എന്നുള്ളത് 1 ആണ് തന്നിട്ടുണ്ട്. x³ minus 1 equal to 0, which implies x³ equal to cube root of I, right? Sir. Okay. So x³ equal to I. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഹെന്നി ഹാമിൽട്ടൺ തിയറി അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ പറയാൻ പറ്റും, ഈ പോളിനോമിയൽ ആര് സാറ്റിസ്ഫൈ ചെയ്യും? നമ്മുടെ a എന്നുള്ള മാട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യും. ഹെന്നി ഹാമിൽട്ടൺ തിയറി പറയുന്നത് x³ equal to I എന്നുള്ള ഈ പോളിനോമിയൽ നമ്മുടെ a എന്നുള്ള മാട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യും. സോ a³ equal to I ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണ്ട, ഇതിന്റെ വാല്യൂ നമുക്ക് I എന്ന് അറിയാൻ പറ്റും. ഓക്കെ. സോ ഇനി നമുക്ക് b equal to a പ്ലസ് ax സ്ക്വയർ പ്ലസ് a³. a³ നമുക്ക് I ഉപയോഗിക്കാം. റൈറ്റ്. ഇനി a ഓൾറെഡി അറിയാം, a സ്ക്വയർ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. a സ്ക്വയർ ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് വലിയ ടൈം എടുക്കൂല. a സ്ക്വയർ ഈക്വൽ ടു 0 0 ab bc 0 0 0 ac 0. ഓക്കെ. ഇതാണ് കിട്ടുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം എൻട്രീസ് ഒക്കെ 0 ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ എൻട്രീസ് ഒക്കെ 0 തരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനൊക്കെ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അതിന്റെ a സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് b എന്നുള്ള മാട്രിക്സ് എഴുതാം. b ഈക്വൽ ടു a പ്ലസ് a സ്ക്വയർ പ്ലസ് I. സോ അത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 എൻട്രീസ് ഒക്കെ 0 ആണ്. എയുടെ എൻട്രി സെക്കൻഡ് എൻട്രി a, ab, ഇവിടെ bc 1 b, right? Here it's c, ac 1. സോ ഇതാണ് നമുക്കുള്ള മാട്രിക്സ്. ഓക്കെ. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കുന്ന ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. ബിയുടെ ഡിറ്റർമിനന്റ് ഒന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ബിയുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഡിറ്റർമിനന്റ് ഓഫ് ബി ഈക്വൽ ടു ഡയഗണൽ എൻട്രികൾ മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്താൽ മതി. 1 മൈനസ് BC into AC into AB ആ രീതി ചെയ്യും. ഓക്കെ. ആ രീതിയിൽ ചെയ്താൽ പ്രശ്നം എന്ന് പറയുന്നത്
ടൈം ടേക്കിംഗ് ആയിരിക്കും. കിട്ടുന്നുണ്ട് സാർ. അതായത് മെയിൻ ഡയഗണൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന അടുത്ത താഴെ വരുന്ന മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ മൈനസ് ഓഫ് എടുത്തിട്ട് തിരിച്ചു ഇതുപോലെ ചെയ്യുന്നു, മൂന്നെണ്ണം വെച്ചിട്ട്. ഓക്കെ ഓക്കെ റൈറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ല എങ്കിൽ എനിക്കൊന്ന് വെച്ചെങ്കിൽ നമുക്ക് ഓൾറെഡി എ ബി സി ഈക്വൽ ടു 1 തന്നിട്ടുണ്ട്. ഇതിൽ റോസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. സോ ഇതിന് 1ന് പകരം നമുക്ക് എ ബി സി എന്ന് ഉപയോഗിക്കാം, ഈ 1ന് പകരം എ ബി സി എന്ന് ഉപയോഗിക്കാം, ഈ 1ന് പകരം വേണമെങ്കിൽ എ ബി സി എന്ന് ഉപയോഗിക്കാം. ഓക്കെ. ഇനി ഞാൻ ചെയ്യുന്നത് വെച്ചെങ്കിൽ R2 ചേഞ്ച് ടു ഈ റോനെ ഞാൻ എങ്ങനെ ചെയ്യുന്നു, R2 ചേഞ്ച് ടു A ടൈംസ് R2 മൈനസ് R1. A ടൈംസ് R2 മൈനസ് R1 ചെയ്യാം. അപ്പോ ഈ ടേം എന്താവും, ഫസ്റ്റ് ടേം എന്താവും, 0 ആയി മാറും. സോ 1 A B ഈ ടേം 0 ആയി മാറും, റൈറ്റ്. സോ A മൈനസ് A, സോ ഇതും 0 ആയി. സോ AB മൈനസ് AB, സോ again this is 0. ഓക്കെ. സോ മൂന്നാമത്തെ റോ ഞാൻ ചെയ്യുന്നത് R3 ചേഞ്ച് ടു എ ബി സി ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് സി ആണ്. സോ R2നെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, അന്നേരം രണ്ടാമത്തെ എൻട്രിയിൽ 1ന്റെ സ്ഥാനത്തല്ലേ എ ബി സി വരുന്നത്, അന്നേരം അതിനെ എ ഇൻറ്റു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ സ്ക്വയർ ഇൻറ്റു ബി സി എന്ന് എഴുതിയിട്ടല്ലേ മൈനസ് എ അല്ലേ വരത്തുള്ളൂ. അതെങ്ങനെ? എ സ്ക്വയർ ഇൻറ്റു ബി സി ഈക്വൽ ടു എ ഇൻറ്റു എ ബി സി. So equal to BC, so equal to A. See, നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം അവിടെ ABC എഴുതാം, അല്ലെങ്കിൽ അവിടെ നമുക്ക് 1 എഴുതാം. ഓക്കെ സർ, ഓക്കെ. സോ അതേപോലെ ഇവിടെ നമുക്ക് C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോ C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ C 0 AC 0 ABC മൈനസ് 1 0. സോ ഇവിടെ ഫസ്റ്റ് റോനെ നമ്മൾ C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൂന്നാമത്തെ റോന്ന് മൈനസ് ചെയ്താലാണ് നമുക്ക് ഈ മാട്രിക്സ് കിട്ടുക. ഓക്കെ. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് ഇതാണ് നമ്മുടെ ബി എന്നുള്ള മാട്രിക്സ്. സോ റൈറ്റ്, ഡിറ്റർമിനന്റ് ഓഫ് ബി ഈക്വൽ ടു 0. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് ഇനി ഓപ്ഷൻസിലേക്ക് പോവാം. ഡിറ്റർമിനന്റ് ഓഫ് ബി ഈക്വൽ ടു 1 അത് തെറ്റാണ്. ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് ഓഫ് എ നമുക്ക് എന്താ കിട്ടിയത്? ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു ABC, it's 1, right? So it's wrong. ഇനി റാങ്ക് ഓഫ് ബി ഈക്വൽ ടു 2. ഇവിടെ നമുക്ക് എന്താ പറയാൻ പറ്റുക? റാങ്ക് ഓഫ് ബി ഈക്വൽ ടു, ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ്? 1 ആണ്. റാങ്ക് ഓഫ് ഒരു ലീനിയർലി ഡിപെൻഡന്റ് ആയിട്ടുള്ള റോ മാത്രമേ ഉള്ളൂ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള റോ മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് ഇവിടെ റാങ്ക് 1 ആയിരിക്കും വരിക. ഇനി റാങ്ക് ഓഫ് ബി 2 ആണ് പറഞ്ഞിട്ടുള്ളത്, അപ്പൊ അതും തെറ്റാണ്. ഇനി റാങ്ക് ഓഫ് ബി സ്ക്വയർ, റാങ്ക് ഓഫ് ബി സ്ക്വയർ 1 ആവാനേ സാധ്യതയുള്ളൂ. പക്ഷെ റാങ്ക് ഓഫ് ബി എന്തുകൊണ്ട് 1 എന്ന് പറയാൻ നോക്കാം. ഒന്നിക്കിൽ നിങ്ങൾ ബി സ്ക്വയർ ഇവാലുവേറ്റ് ചെയ്യാം, എൻട്രീസ് ഒക്കെ 0 ആണ്, എന്നിട്ട് നിങ്ങൾക്ക് 1 ആണ് കിട്ടുന്നത് നോക്കാം. അല്ല എങ്കിൽ നമുക്കൊരു റിലേഷൻ യൂസ് ചെയ്യാൻ പറ്റും. എന്താണ് ആ റിലേഷൻ? റാങ്ക് ഓഫ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് ബി സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു റാങ്ക് ഓഫ് ബി ക്യൂ. ഇങ്ങനെ പോകും. അതായത് റാങ്ക് ഓഫ് എനേക്കാളും ചെറുതായിരിക്കും റാങ്ക് ഓഫ് എ സ്ക്വയർ, അതിനേക്കാളും ചെറുതായിരിക്കും റാങ്ക് ഓഫ് എ ക്യൂ. അപ്പൊ ഈ രീതിയിലായിരിക്കും ഇതിന്റെ റാങ്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് കണ്ടിട്ടുള്ള റാങ്ക് ഓഫ് ബി സ്ക്വയർ ആണ്. അപ്പൊ റാങ്ക് ഓഫ് ബി സ്ക്വയർ റാങ്ക് ഓഫ് ബിനേക്കാളും എപ്പോഴും ചെറുതായിരിക്കും. സോ യു ക്യാൻ സേ റാങ്ക് ഓഫ് ബി സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ. സോ നമുക്ക് തന്നിട്ടുള്ളത് ഈക്വൽ ടു 1 ആണ്. ഇനിയിപ്പോ ഈക്വൽ ടു 1 ആണെന്ന് പറയാൻ പറ്റുമോ? സോ റാങ്ക് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ. റാങ്ക് പോസിറ്റീവ് ആണ്. എപ്പോഴാണ് 0 മെട്രിക്സ് ഈ തന്നിരിക്കുന്ന ബി എന്നുള്ള മെട്രിക്സ് 0 മെട്രിക്സ് അല്ല എങ്കിൽ. നോക്കാം, ബി സ്ക്വയർ എന്നുള്ള മെട്രിക്സ് 0 മെട്രിക്സ് അല്ല എങ്കിൽ. ഓക്കെ. ഇനി ബി സ്ക്വയർ എന്നുള്ള മെട്രിക്സ് 0 മെട്രിക്സ് ആണോ? ബി സ്ക്വയറിലെ മെട്രിക്സ് 0 മെട്രിക്സ് ആണോ നോക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു എൻട്രി നോൺ സീറോ കിട്ടിയാൽ മതി നമുക്ക്. ഓക്കെ. ഏതെങ്കിലും ഒരു എൻട്രി നോൺ സീറോ കിട്ടിയാൽ മതി. അപ്പോ ഫസ്റ്റ് എൻട്രി നമുക്ക് ബി സ്ക്വയറിന്റെ ബി 1 തന്നെ വരുമല്ലോ. 1 തന്നെ വരും സാർ. 1 വരും. 1 തന്നെ വരും. ഓക്കെ. സോ നമ്മള് ബി സ്ക്വയർ കണ്ടുപിടിക്കുന്ന സമയത്ത്
ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. സോ നമുക്ക് എന്താ വരിക 1 തന്നെ വരിക. അപ്പൊ അവിടെ തന്നെ ഒരു എൻട്രി 1 വന്നിട്ടുണ്ട്. അപ്പൊ അതെന്ത് തന്നെയാലും നോൺ സീറോ ആണ്. ബി സ്ക്വയർ ഈസ് നോൺ സീറോ മാട്രിക്സ്. അപ്പൊ അതുകൊണ്ട് അതിന് ഒരിക്കലും റാങ്ക് എന്താൻ പറ്റില്ല, 0 ആവാൻ പറ്റൂല. അപ്പൊ റാങ്ക് പോസിറ്റീവായി പറ്റൂ. അപ്പൊ 0 ലെസ് ദാൻ റാങ്ക് ഓഫ് ബി സ്ക്വയർ ലെസ് ദാൻ 1, വിച്ച് ഇംപ്ലൈസ് റാങ്ക് ഓഫ് ബി സ്ക്വയർ equal to 1. So hence this is also this is true. Sir, ഞാൻ ഒരു ചോദിച്ചോട്ടെ സർ, റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് ബി അല്ലേ? Rank of എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് ബി അല്ലേ? rank of BA. അന്നേരം ഇതിനകത്ത് ബി ബി എന്നല്ലേ, അന്നേരം ബി സ്ക്വയർ സെയിം തന്നെ. Rank of AB equal to rank of B എന്ന് പറയാൻ പറ്റുമോ? ഓൾവേസ് ട്രൂ. ഓൾവേസ് ട്രൂ എന്ന് പറയാൻ പറ്റൂല. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് ബി മൈനസ് അതിന്റെ എൻ എന്ന് പറയുന്നത്. അത് ശരി. അപ്പൊ റാങ്ക് ഓഫ് AB equal to റാങ്ക് ഓഫ് B എന്ന് എപ്പോഴും പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഐഡിയ ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു ഐഡിയ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? മിനിമം വെച്ചിട്ട് എഴുതാം അല്ലേ? മിനിമം ഓഫ് മിനിമം വെച്ച് എഴുതാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്യൂ വെക്ടർ സ്പേസ്. ക്യൂ വെക്ടർ സ്പേസ് എന്ന് വെച്ചാൽ ഇവിടെ ഫീൽഡ് ക്യൂ ആണ്. V equal to AX cube plus BX square plus CX plus D equal D, where ABCD belongs to Q. Further, A equal to set of all F from V to Q such that F is a Q linear transformation, and B equal to set of all F belongs to A such that F of 1 equal to 0. Which of the following statement are true? Okay, ഇവിടെ V എന്ന് പറയുന്നത് B equal to span of 1 x square x cube. So dimension of V equal to 4. Dimension of V എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. ഇനി A എന്നുള്ളത് നോക്കാം. A equal to set of all functional ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റൂല. ഫംഗ്ഷണൽ ഫ്രം ഫംഗ്ഷണൽ ഓവർ V ആണ്. ഫംഗ്ഷണൽ എന്ന് പറയാൻ പറ്റൂല അല്ലെ? ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, Q ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഓവർ V. അപ്പോ ഇറ്റ്സ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം V ടു Q. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയമെൻഷൻ ഓഫ് A പറയാം. ഡയമെൻഷൻ ഓഫ് A ഈക്വൽ ടു ഇതിന് മുന്നേ യൂസ് ചെയ്തതാണ്, ഡയമെൻഷൻ ഓഫ് V ഇൻറ്റു ഡയമെൻഷൻ ഓഫ് Q. സോ ഡയമെൻഷൻ ഓഫ് V is 4. Dimension of Q over Q is 1. So is 4. So dimension of A is 4. Dimension of A ചോദിച്ചിട്ടുണ്ട്, it's 4. അപ്പൊ മൂന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ്. നമുക്ക് ഡയമെൻഷൻ ഓഫ് B ആണ്. ഡയമെൻഷൻ ഓഫ് B ഈക്വൽ ടു നമുക്ക് B എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ F in A such that F of 1 equal to 0. അപ്പോൾ 1 മാത്രമേ 0ലേക്ക് മാപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബീനെ ജനറേറ്റ് ചെയ്യുന്ന ആരൊക്കെയായിരിക്കും? ബീനെ ജനറേറ്റ് ചെയ്യുന്നത് എക്സ് സ്ക്വയർ എക്സ് ക്യൂബ്. ഈ 3 ബേസ് ആയിരിക്കും ആര് ജനറേറ്റ് ചെയ്യുന്നത്? ബീനെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡയമെൻഷൻ ഓഫ് A മൈനസ് സോറി ഡയമെൻഷൻ ഓഫ് A മൈനസ് 1 എഴുതാനും പറ്റും. അപ്പൊ അപ്പോഴും നമുക്ക് എന്താ കിട്ടുക? 3 ആയിരിക്കും കിട്ടുക. ഇനി ഇതും ട്രൂ ആണ്. ഇനി if F belongs to B, then dimension of kernel of F equal to 3. If F belongs to B എന്ന് വെച്ചാൽ എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? F of 1 has to be 0. F of 1 has to be 0. So അങ്ങനെയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 0 ഫംഗ്ഷൻ എടുക്കാം. F equal to 0. F ഒരു 0 ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ 0 of 1 ഉം 0 ആണ്. ഓക്കെ, 0 ഫംഗ്ഷൻ ആയതുകൊണ്ട് for x equal to 0 for all x. ഇതിന്റെ ഡയമെൻഷൻ എന്താണ്? 0 ഫംഗ്ഷന്റെ ഡയമെൻഷൻ എന്താണ്? Dimension of 0 function is so dimension of 0 function is 0. So kernel of F എന്ത് വരും? ഇപ്പോ kernel of F 4 വരും. It is not 3. Right? If F belongs to A, then image of F is one-dimensional vector space. ഇവിടെ ഇപ്പോൾ സെയിം F equal to 0 ഫംഗ്ഷൻ എടുത്താൽ അതിന്റെ ഇമേജ് R of F എന്താണ് വരിക? 0 മാത്രമാണ് വരിക. സോ അതിന്റെ ഡയമെൻഷൻ എന്താണ്? ഡയമെൻഷൻ ഓഫ് 0 സ്പേസ് ഈസ് 0. സോ അവിടെ നമുക്ക് 1 ഡയമെൻഷൻ റോങ് ആയി കിട്ടും. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ
2, 3. 2 and 3. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Let m equal to ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട്. Given that 1 is the eigen value of m, which of the following statement is true? അപ്പോൾ 1 ഒരു ഐഗൻ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ താഴെ തന്നിരിക്കുന്ന ഏതാണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാം. ഓക്കെ, സോ 1 ഒരു ഐഗൻ വാല്യൂ ആയതുകൊണ്ട് ബാക്കിയുള്ള ഐഗൻ വാല്യൂസ് നമ്മൾ എടുക്കാം. ലെറ്റ് എക്സ് വൈ ബി ദ അതർ ടു ഐഗൻ വാല്യൂസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രേസ് എന്ത് കിട്ടും? ട്രേസ് ഓഫ് എം ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 5, which implies x plus y equal to 4. അപ്പൊ നമുക്ക് ഒരു ഫോമിൽ കിട്ടി x plus y equal to 4 കിട്ടി. ഇനി വേറെ എന്തെങ്കിലും നമുക്ക് കിട്ടും? അപ്പോൾ ഇവിടെ നമുക്ക് ഡിറ്റർമിനന്റ് എന്ന് കണ്ടുപിടിച്ച് നോക്കാം. സോ ഐഗൻ വാല്യൂസ് ഒക്കെ നമുക്ക് അറിയുന്നതുകൊണ്ട് ഡിറ്റർമിനന്റ് വരും. ഡിറ്റർമിനന്റ് ഓഫ് m ഈക്വൽ ടു 1 into x into y, ദാറ്റ്സ് ഈക്വൽ ടു xy. ഇപ്പൊ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സോ ഇത് വെച്ച് നോക്കാം. -1 into 3 minus 1 is 4, right? 3 minus -1, so it's 4. So xy equal to 4. So അപ്പോൾ നമുക്ക് ഡിറ്റർമിനന്റ് എന്താ കിട്ടുന്നത്? 4 ആണ് കിട്ടുന്നത്. അപ്പോൾ ട്രേസും 4, ഡിറ്റർമിനന്റും 4. So x plus y equal to 4 and xy equal to 4. അപ്പൊ അങ്ങനെയുള്ള പോസിബിലിറ്റി എന്തൊക്കെയാണ്? x equal to 2, y equal to 2. x equal to 2 y equal to 2 ആണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഐഗൻ വാല്യൂസ് എന്തൊക്കെയാണ്? 1, 2, 2 ഇതൊക്കെയാണ് ഐഗൻ വാല്യൂസ്. സോ -2 is an eigen value, wrong ആണ്. 3 is an eigen value, wrong ആണ്. The eigenspace of each eigen value has dimension 1. m is diagnosable. അപ്പൊ ഇനി കുറച്ചും കൂടി നമുക്ക് ചെയ്യാണ്ടിരിക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. സോ ഇവിടെ algebraic multiplicity of eigen value 2 എന്ന് പറയുന്നത് 2 ആണ്. അതിന്റെ geometric multiplicity കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് 3 minus rank of m minus 2i കണ്ടുപിടിക്കാം. ഓക്കെ, അല്ല എങ്കിൽ നമുക്ക് ഇതിന്റെ ഡിറ്റർമിനന്റ് ഓഫ് a minus lambda i. അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്യാം. സോ a minus lambda into x, ഡിറ്റർമിനന്റ് അല്ല, ഈക്വൽ ടു 0. ഇതൊന്ന് സോൾവ് ചെയ്യാം. എന്നിട്ട് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ഡിപെൻഡന്റ് ആണോ നോക്കാം. അപ്പോൾ ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? റാങ്ക് ഓഫ് m minus 2യുടെ ഡയമെൻഷൻ റാങ്ക് കിട്ടുന്നത് 2 ആയിരിക്കും. സോ 3 minus 2 is 1. അപ്പൊ ഇവിടെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി നമുക്ക് കിട്ടുന്നുള്ളത് 1 ആണ്. ട്രൈ ചെക്ക് ചെയ്ത് നോക്കാം. സോ അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ഡയഗണൈസബിൾ അല്ല എന്ന് പറയാം. m is not diagonalizable. So then eigenspace of each eigen value is 1. കാരണം 1 ന് ഒന്നും എന്തായാലും 1 ഉണ്ടാവുള്ളൂ. 2 ന് പകരം നമുക്ക് ഒറ്റ ഐഗൻ സ്പേസ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. സോ ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് A be a 4x4 matrix such that -1, 1, 2, -2 are its eigen values. If a raised to 4 minus 5 raised to 5 square 5 into a square plus I, then trace of a plus b equal to. അപ്പോൾ ഇവിടെ ഐഗൻ വാല്യൂസ് തന്നിട്ടുണ്ട്. ഏടെ ഐഗൻ വാല്യൂസ് തന്നിട്ടുണ്ട്? ഓക്കെ, ഇത് ബി എന്നുള്ള മെട്രിക്സ് ആണ്. സോറി, ബി എന്നുള്ള മെട്രിക്സ് തന്നിട്ടുണ്ട്. ബി ഈക്വൽ ടു എ റൈസ് ടു 4 മൈനസ് 5a സ്ക്വയർ പ്ലസ് 5i ആണ്. അങ്ങനെയാണെങ്കിൽ ട്രേസ് ഓഫ് എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്, ഇപ്പോൾ എയുടെ ഐഗൻ വാല്യൂസ് ലാംഡ ആണെങ്കിൽ പി ഓഫ് എ എന്ന് പറയുന്നത് പോളിനോമിയൽ ആണ്. അതായത് പി എന്നുള്ളത് പോളിനോമിയൽ ആണ്. സോ പി ഓഫ് എയുടെ ഐഗൻ വാല്യൂ എന്തായിരിക്കും? പി ഓഫ് എയുടെ ഐഗൻ വാല്യൂ പി ഓഫ് ലാംഡ ആയിരിക്കും. അപ്പൊ എയുടെ ഐഗൻ വാല്യൂ ലാംഡ ആണെങ്കിൽ പി ഓഫ് എയുടെ ഐഗൻ വാല്യൂ പി ഓഫ് ലാംഡ ആയിരിക്കും. ഓക്കെ, അപ്പോ എയുടെ ഐഗൻ വാല്യൂ കിട്ടിയത് നമുക്ക് ബി എന്താണ്? ബി ഈക്വൽ ടു എ റേസ് ടു 4 മൈനസ് 5a സ്ക്വയർ പ്ലസ് 5i. ഇവിടെ ഇത് നമുക്ക്
സം പി ഓഫ് എ എന്ന് എഴുതാൻ പറ്റും അല്ലെ, ബി നമുക്ക് പി ഓഫ് എ എന്ന് എഴുതാൻ പറ്റും. അപ്പോ എയുടെ ഐഗൻ വാല്യൂസ് ബിയുടെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഐഗൻ വാല്യൂസ് ഓഫ് ബി ആർ ഗിവൺ ബൈ ഐഗൻ വാല്യൂസ് പി ഓഫ് ഐഗൻ വാല്യൂസ് ഓഫ് എ. സോ പി ഓഫ് -1, പി ഓഫ് 1, പി ഓഫ് 1, -2 ഇതൊക്കെ ആയിരിക്കും ബിയുടെ ഐഗൻ വാല്യൂസ്. പി ഓഫ് 1 നോക്കാം, പി ഓഫ് 1 എന്താ വരിക, ഇതിന്റെ പവർ എടുത്തു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ഇപ്പൊ ലാംഡ ഐഗൻ വാല്യൂ എ സ്ക്വയറിന്റെ ലാംഡ സ്ക്വയർ ആയിരിക്കുമല്ലോ. അതന്നെയാണ് ഞാൻ പറഞ്ഞതും. അതായത് ലാംഡ ഐഗൻ വാല്യൂ ആണെങ്കിൽ ലാംഡ സ്ക്വയറിന്റെ എ സ്ക്വയറിന്റെ ഐഗൻ വാല്യൂ ലാംഡ സ്ക്വയർ ആയിരിക്കും. അത് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇതാണ് പോളിനോമിയൽ. അപ്പൊ ഞാൻ കുറച്ചും കൂടി ജനറൽ ആയിട്ട് ഉള്ള ഒരു ഐഡിയ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ബി എന്നുള്ളത് a⁴ - 5a² + 5i എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പി ഓഫ് 1 നമുക്ക് എന്താ കിട്ടുക, പി ഓഫ് 1 കിട്ടുക ഐ തിങ്ക് ഇറ്റ് ഈസ് 1, right? P of 1 1, P of 1 again 1, P of -2 is 1 I think. Okay, so അങ്ങനെയാണെങ്കിൽ a plus b നോക്കാം. a plus b അല്ലെങ്കിൽ ട്രേസ് ഓഫ് a plus b എന്ന് പറയുന്നത് ഇതിന്റെ സം ആണ്. അത് നമുക്ക് എന്താ കിട്ടുക, ഇവിടെ ഇതിന്റെ ഐഗൻ വാല്യൂസ് വരിക 0 2, a plus b യുടെ ഐഗൻ വാല്യൂസ് വരിക 0 2 -1. Right, so trace of a plus b equal to 2 plus 2 plus -1 which is 3. So trace of a plus b എന്നുള്ളത് 3 ആണ്. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. a plus b യുടെ ഐഗൻ വാല്യൂസ് അങ്ങനെ ആഡ് ചെയ്തിട്ട് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ട്രേസ് ഓഫ് എന്റെ ഐഗൻ വാല്യൂസ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ട്രേസ് ഓഫ് എ ഐഗൻ വാല്യൂസിന്റെ സമ്മാന്ന് പറയാൻ പറ്റും. ട്രേസ് ഓഫ് ബിന്റെ ഐഗൻ വാല്യൂസ് ഇതിന്റെ സമ്മ. സോ ട്രേസ് ഓഫ് എ പ്ലസ് ബി, ട്രേസ് ഓഫ് എ പ്ലസ് ട്രേസ് ഓഫ് ബി. കറക്റ്റ് ഇങ്ങനെ പറയാൻ പറ്റൂല. വാട്ട് എവർ ഇറ്റ് ഈസ് 3, right? Yes sir, right. So അടുത്ത നോക്കാം. Let n greater than 1 be a fixed natural number. Which of the following is an inner product on vector space of n cos n real symmetric matrix? Okay, for real inner product ഒരു ഓക്കെ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സിമെട്രിക് മാട്രിക്സിൽ തന്നിരിക്കുന്ന ഏതാണ് ഓർത്തോ ഇന്നർ പ്രൊഡക്റ്റ് ആയിട്ട് വരിക, തന്നിരിക്കുന്നതിൽ ഏതാണ് ഇന്നർ പ്രൊഡക്റ്റ്, ഇതാണ് ചോദ്യം. മാട്രിക്സിന്റെ കേസിൽ നമുക്ക് അറിയാവുന്ന ഒരു ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ട്രേസ് തന്നെയാണ്. സോ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് a, b ഈക്വൽ ടു ട്രേസ് ഓഫ് b ട്രാൻസ്പോസ് ഇൻറ്റു a. ഇതാണ് ഇന്നർ പ്രൊഡക്റ്റ്. മാട്രിക്സിൽ നമ്മൾ പറയുന്ന ഇന്നർ പ്രൊഡക്റ്റ് ഇതാണ്. അപ്പൊ ഇവിടെ സിമെട്രി തന്നിട്ടുണ്ട്. സോ വി ഹാവ് ട്രേസ് ഓഫ് b ഇൻറ്റു a, റൈറ്റ്? ട്രേസ് ഓഫ് b ഇൻറ്റു a. അപ്പോ ഇവിടെ ഇല്ല. സോ ട്രേസ് ഓഫ് ബി എ ഈക്വൽ ടു വാട്ട്? ട്രേസ് ഓഫ് എ ബി. ട്രേസ് ഓഫ് ബി ഈസ് ഈക്വൽ ടു ട്രേസ് ഓഫ് എ ബി. സോ ദിസ് ഇസ് എ കറക്റ്റ് ആൻസർ. ബാക്കിയൊന്നും നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് ആയിട്ട് ഏതെങ്കിലും എക്സാമ്പിൾസ് ഒന്ന് വെച്ച് ഡിറ്റർമിനന്റ് ഓഫ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ, പ്രോഡക്റ്റുകൾ അതിനകത്ത് ഏതുകൊണ്ടാ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത? വെക്ടർ സ്പേസിലെ കണ്ടീഷൻസിൽ ഏതാണ് സാറ്റിസ്ഫൈ ചെയ്യാൻ? പറഞ്ഞ ക്ലിയർ അല്ല. ഡിറ്റർമിനന്റ് ഓഫ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ആണല്ലോ. അതിന് നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ തന്നെ നോക്കിയാൽ മതി. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് വയലറ്റ് ആവും അവിടെ. അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിയാൽ തന്നെ പറയാൻ പറ്റും. എന്തായാലും മാട്രിക്സ് സ്പേസിൽ നമുക്ക് പരിചയമുള്ള ഒരു ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ട്രേസ് മാത്രമാണ്. ബാക്കി ഡിഫൈൻ ചെയ്യാൻ പറ്റും, ഇല്ല എന്നല്ല, പക്ഷെ ബാക്കിയൊക്കെ നമുക്ക് എക്സാമ്പിൾസ് വെച്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Let V be a real vector space of 2x2 matrix with the entries in R. Let T from V to B denote the linear transformation defined by T of B equal to AB for all B in V where A equal to 2 0 0 2. What is the characteristic polynomial of T? So okay, A തന്നിട്ടുണ്ട്. ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് ടി ഓഫ് ബി ഈക്വൽ ടു എ ബി എന്നാണ്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ടിയുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഏതാണെന്നാണ് ചോദ്യം. സോ എ എക്സ്പ്ലിസിറ്റ് ആയിട്ട് വന്നുകൊണ്ട് നമുക്ക് ലെറ്റ് ബി ഈക്വൽ ടു എ ബി സി ഡി, റൈറ്റ്? എ ബി സി ഡി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ടി ഓഫ് ബി ഈക്വൽ ടു 2 0 0 0 into A B C D, right? So what we'll get, it's actually 2A 2B 0. ബാക്കിയെല്ലാം 0 വരത്തുള്ളൂ സർ. കാരണം ലാസ്റ്റത്തെ എലമെന്റ് എല്ലാം 0 ആണല്ലോ. 0 വെച്ചെല്ലാം മൾട്ടിപ്ലൈ ചെയ്തുള്ളൂ. എന്നിട്ട് ലാസ്റ്റിന്റെ മൊത്തം 0. ഫൈനൽ റോ 0 ആവും സർ. Is it true? Then we won't get the answer. Okay. I think this one. Okay sir. Now it is okay. അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു ആൻസർ കിട്ടാൻ സാധ്യതയില്ല. I think this one. So then this value should be 2 0 0 1. So then 2A 2B C D. So ഇതാണ് നമുക്ക് കിട്ടുന്ന എ ബി എന്നുള്ള മാട്രിക്സ്. ഇതാണ് ട്രാൻസ്ഫോർമേഷന്റെ മാട്രിക്സ്. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ R4ന്റെ ഒരു എലമെന്റ് ആയിട്ട് എഴുതാൻ പറ്റും. സോ ടി ഈക്വൽ ടു മാട്രിക്സ് രൂപത്തിൽ എഴുതാം, അല്ലെങ്കിൽ R4ലെ ഒരു എലമെന്റ് ആയിട്ട് എഴുതാം. A into 1 0 0 0 plus B into 2 0 0 2 0 0 plus C into 0 0 1 0 plus D into 0 0 0 1. ഇതിൽ നമുക്ക് മാട്രിക്സ് രൂപത്തിലേക്ക് മാറ്റാണെങ്കിൽ ടി ഈക്വൽ ടു എങ്ങനെ വരും? 2 0 0 0 0 2 0 0 0 0 1 0 0 0 0 1, റൈറ്റ്? അപ്പൊ ഈ രീതിയിലാണ് വരിക. അപ്പൊ ഇതിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ പറയാൻ പറ്റും. സോ ഇറ്റ് ഈസ് ഐഗൻ വാല്യൂസ് ആർ 2 2 1 1. സോ 2 minus 2 whole square into 1x minus 1 whole square. So this is the characteristic polynomial. So the answer is C. Yeah, C is the answer. So നമുക്ക് ഈ മാട്രിക്സ് കണ്ടപ്പോൾ നമുക്ക് തോന്നുന്നത് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ x minus 2 into x minus 1 ആയിരിക്കും. സോ അങ്ങനത്തെ നമ്മുടെ ഈ ഓപ്ഷൻസിൽ ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റും. അടുത്ത ദിവസം നോക്കാം. let A from Rn to Rn be a non-zero linear transformation. Which of the following statement is true? A is 1 1 but not onto, then m greater than n. If A is onto but not 1 1, then m is less than n. If A is bijective, then m equal to n. If A is not 1 to 1, then m equal to n. Last option തെറ്റാണ്, equal to 1. ഓക്കെ, സോ ഇതാണ് ഓപ്ഷൻസ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് ആർ എം എന്ന് ആർ എന്നിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എ 1 1 ആണെങ്കിൽ എന്ത് സംഭവിക്കണം? എ 1 1 ആണെങ്കിൽ ഇവിടെ എന്നിനേക്കാളും എമ്മിനേക്കാളും കുറവായിരിക്കണം n ഉണ്ടാവുക. ഇവിടെ കൂടുതൽ ആൾക്കാരും ഇവിടെ കുറച്ച് ആൾക്കാരായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. എന്നാലായിരിക്കും നമുക്ക് സംഭവിക്കുക, നമുക്ക് 1 1 എന്ന് പറയാൻ പറ്റുക. സോ രണ്ടും ഉണ്ടല്ലേ, m equal to n ഉണ്ടല്ലേ, m less than or equal to n. വെയിറ്റ്. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. സോ ദ നെസസറി കണ്ടീഷൻ ഫോർ A to be 1 1, the necessary condition for A to be 1 1, എന്താണ് 1 1 ആവേണ്ട കണ്ടീഷൻ? m less than or equal to n. m less than or equal to n ആണെങ്കിൽ മാത്രമേ അത് 1 1 ആവുള്ളൂ. സോ ഈ ഓപ്ഷൻ തെറ്റാണ്. Any necessary condition for A to be onto, if and only if, necessary condition ആണ്. So which is m greater than or equal to n. കാരണം ഇവിടെ onto ആണെങ്കിൽ ഇവിടുത്തെ എല്ലാ എലമെന്റ്സിനും ഇവിടെ പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. സോ അപ്പൊ എന്തെന്നാലും ഇവിടുത്തെ ആൾക്കാരായിരിക്കണം എന്തുണ്ടാവേണ്ടത്, ഇവിടെ ആയിരിക്കണം ആൾക്കാർ കൂടുതൽ ഉണ്ടാവേണ്ടത്. സോ അപ്പോൾ m greater than or equal to n പറയേണ്ടി വരും. സോ ദിസ് ഈസ് സ്ട്രോങ്.
If A is bijective, then m equal to n. That is true. That is Bijective ആണെങ്കിൽ m ന്റെ n equal number, equal cardinality വേണം. So this is true. If A is 1 to 1, then m equal to n. That need not be true. Less than അത് അങ്ങനെ വരാം. ആയിരിക്കണമെന്നില്ല. അങ്ങനെ ലെസ് ദാനും വരാം. സോ നമ്മുടെ കണ്ടീഷൻ പ്രകാരം m ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. സോ ദിസ് need not be true. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Let A is a 2 by 2 matrix where 2A, B, C be 2 by 2 real matrix for which 6 is an eigenvalue. Which of the following statement is necessarily true? അപ്പോൾ ഇവിടെ 6 ഒരു ഐഗൺ വാല്യൂ ആയി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴെയിരിക്കുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ ആയിട്ടുള്ളത്? ഓക്കെ, 6 ഒരു ഐഗൺ വാല്യൂ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? Determinant of 2C so determinant of A minus 6i equal to 0 എന്ന് പറയാൻ പറ്റും, റൈറ്റ്? 6 ഐഗൺ വാല്യൂ ആയതുകൊണ്ട് നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് A minus 6i equal to 0 എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്ന സമയത്ത് 2 minus 6 A minus B 6 minus 3 minus 6 equal to 0, which implies minus 4 A B 6 minus C minus 6 equal to 0. അപ്പോൾ ഇതിന്റെ ഡിറ്റർമിനന്റ് നമുക്ക് എന്ത് കിട്ടും? minus 4 into C minus 6 minus AB equal to 0. So minus 4C minus plus 24 minus 2 minus AB equal to 0. So which implies 24 minus AB equal to 24 minus AB equal to 4AC. So ഈ ഒരു ഇക്വേഷൻ ഇവിടെ ഉണ്ട്, റൈറ്റ്? ഇവിടെ ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് നെസസറി ഈസ് ട്രൂ ആണ്. സോ ഇത് മാത്രമേ ഇപ്പോൾ ട്രൂ ആയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, സോ സോറി, ടൈം കുറച്ചധികം പോയി. ഓക്കെ, ബാക്കി നിങ്ങൾ നോക്കി ചെയ്യാട്ടോ. ഇത് നമ്മൾ 2025-24 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത്ര ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നല്ല ചോദിക്കുന്നുള്ളത്. കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. Thank you, sir.